ജനുവരി 6 നമ്മുടെ കർത്താവിൻ്റെ ദനഹാ തിരുനാൾ. നമ്മുടെ നാട്ടിൽ ഇതിനെ പിണ്ടികുത്തി പെരുന്നാൾ എന്നാണ് കേട്ടോ പറയണത്. അതിനുവേണ്ടി നമ്മൾ പിണ്ടി കുത്തി ഡെക്കറേഷൻസ് ചെയ്യണം നമ്മുടെ വീട്ടിൽ. അതിനുവേണ്ടി നമ്മൾ പറമ്പിൽ പോയിട്ട് ഒരു പിണ്ടി എടുത്തു കൊണ്ടുവന്നു. പിണ്ടിക്ക് എന്നേക്കാളും ഒരല്പം നീളം കൂടുതലായിരുന്നു. ഇനി നമ്മൾ പിണ്ടി നമ്മുടെ വീടിൻ്റെ മുറ്റത്താണ് നമ്മൾ ഉറപ്പിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമ്മൾ അങ്ങനെ പിണ്ടി ഭംഗിയായിട്ട് ഉറപ്പിച്ചെടുത്തു. ഇനി ചെറിയ രീതിയിലുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്ത് ലൈറ്റൊക്കെ കൊടുക്കുമ്പോഴാണ് ഈ പിണ്ടികുത്തി പെരുന്നാൾ അടിപൊളിയാവുന്നത്. അതിനുവേണ്ടി നമ്മുടെ കയ്യിലെ ഡെക്കറേഷൻസിനായിട്ടുള്ളത് നമ്മുടെ ഗിൽറ്റിൻ്റെ കൊടികളാണ്. പല നിറത്തിലുള്ള കൊടികളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ പിണ്ടിയുടെ മുകളിൽ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഞാനൊരു ഡിസൈനൊക്കെ മനസ്സിൽ വിചാരിച്ച് കുത്തിയെങ്കിലും അവസാനമായപ്പോൾ അത് എല്ലാം കൂടി ഒരുപോലെയായി. അപ്പോൾ നമ്മുടെ കുട്ടികളും കൂടി അതിലേക്ക് വന്നു കേട്ടോ. എൻ്റെ മക്കളൊക്കെ ഓടി വന്ന് അവർക്കും ഇഷ്ടപ്പെട്ട കളറുകളൊക്കെ കൊടികൾ എടുത്തു തന്നു. അപ്പോൾ അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മൾ പിന്നീട് കൊടികളൊക്കെ കുത്തി കൊടുത്തത്. അവർ ഓടി വന്ന് നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ അത് കൂടുതൽ രസമായി. അതുപോലെ തന്നെ പിണ്ടി കുത്താൻ വേണ്ടി അവർ വന്ന് എന്നെ സഹായിച്ചു തുടങ്ങിയപ്പോഴാണ് അവരിലുള്ള സംശയങ്ങൾ ഉണർന്നത്. നമ്മുടെ പറമ്പിൽ നിൽക്കണ വാഴയുടെ പിണ്ടി എന്തിനാണ് നമ്മൾ മുറ്റത്ത് കൊണ്ടുവന്ന് ഇതുപോലെ ഭംഗിയിൽ അലങ്കരിക്കുന്നത്? ഇതെന്തിനാണ് അമ്മേ ഇങ്ങനെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യങ്ങളായിരുന്നു. അവരങ്ങനെ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരങ്ങളും പറഞ്ഞു കൊടുക്കണമല്ലോ. നമ്മുടെ ഈശോയുടെ ജനനത്തെക്കുറിച്ച് നമ്മുടെ 3 രാജാക്കന്മാർക്ക് ലഭിച്ച വെളിപാടിനെ അനുസ്മരിച്ചുകൊണ്ട്, അതുപോലെ തന്നെ ഈശോയുടെ ജ്ഞാനസ്നാനവും കാനായിലെ കല്യാണ വിരുന്നിലെ വലിയ അത്ഭുതമൊക്കെ ഓർത്തുകൊണ്ടിട്ടാണത്രേ നമ്മൾ പിണ്ടികുത്തി പെരുന്നാൾ ആഘോഷിക്കുന്നത്. പണ്ടൊക്കെ പ്രാചീന കാലത്തൊക്കെ ക്രിസ്തുമസിൻ്റെ അന്ന് തന്നെയായിരുന്നു പിണ്ടികുത്തി പെരുന്നാളും. പിന്നീട് കാലം മാറി തുടങ്ങിയപ്പോൾ ജനുവരി 6 തീയതിയിലേക്ക് പിണ്ടികുത്തി പെരുന്നാളും മാറി. അങ്ങനെ നമ്മളും അപ്പോൾ വീടുകളിലെ പിണ്ടി കുത്തി കൊടികളൊക്കെ വെച്ച് പലരും പല രീതിയിലാണ് കേട്ടോ പിണ്ടി അലങ്കരിക്കുക. ചിലർ വർണ്ണ കടലാസുകൾ കൊണ്ട് മനോഹരമായിട്ടുള്ള പൂക്കൾ ഉണ്ടാക്കും. ചിലർ കടലാസുകൾ കൊണ്ട് തന്നെ കൊടികൾ ഉണ്ടാക്കും. മറ്റു ചിലർ നമ്മുടെ കുരുത്തോലകളൊക്കെ കൊണ്ട് കുരിശൊക്കെ ഉണ്ടാക്കി അലങ്കരിക്കും. ചിലർ ചിരാതുകളാവും തെളിയിക്കുക. മറ്റു ചിലർ ലൈറ്റുകളാവും. നമ്മളിപ്പോൾ ലൈറ്റാണ് ഇതിൻ്റെ മുകളിൽ ഇടാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പലരും പല ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മുടെ വീടിൻ്റെ മുന്നിൽ പിണ്ടി കുത്തി അങ്ങനെ പിണ്ടികുത്തി പെരുന്നാൾ ആഘോഷിക്കും. പിണ്ടികുത്തീനെ ദനഹാ തിരുനാളെന്നും യേശുവിൻ്റെ പ്രത്യക്ഷീകരണ പെരുന്നാളെന്നൊക്കെയാണ് പറയുക. അപ്പോൾ നമ്മുടെ പിണ്ടികുത്തി ലൈറ്റിട്ടുള്ള ഫൈനൽ ലുക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിങ്ങളുടെ വീട്ടിലെ ദനഹാ തിരുനാൾ ആഘോഷിച്ചോ? നിങ്ങളിതിന് പിണ്ടികുത്തി പെരുന്നാൾ എന്നാണോ പറയുക? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ആഘോഷങ്ങൾ എന്നുള്ളത് നമ്മളോട് കമൻറ്റ് ചെയ്യുക. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.